വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സുഖത്തിനിരിപ്പിടം ആത്മാവാണെന്ന് അറിയാതെ ജഡസാമഗ്രികളുടെ പിന്നാലെ പരക്കം പായുന്നതാണ് സകല ദുഃഖങ്ങൾക്കും കാരണം. അതിനാൽ സജ്ജനങ്ങളുടെ ചാരത്ത് കഴിയാനും സച്ചിന്ത ഉണ്ടാകാനും ഗുരുസാഗരത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2024 ഡിസംബർ ലക്കം എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ യജ്ഞഭൂമികൾ ഊഷരമായിരിക്കുന്നു. മനുഷ്യൻ ജനിക്കുന്നത് ഋണങ്ങൾ അഥവാ കടങ്ങളുമായിട്ടാണ് എന്ന് വേദങ്ങൾ പറയുന്നു. പിതൃക്കളോടും ദേവകളോടും ഋഷിമാരോടും ഭൂതഗണങ്ങളോടും ആ കടം നീണ്ടുകിടക്കുന്നു. അത് വീട്ടുകയാണ് മനുഷ്യജന്മത്തിന്റെ പ്രധാന കടമ. ജന്മഋണങ്ങൾ വീട്ടുന്നത് യജ്ഞത്തിലൂടെയാണ്. പ്രതിഫലമോ ഫലമോ ആഗ്രഹിക്കാത്ത കർമ്മമാണ് യജ്ഞം. ജീവിതം യജ്ഞമായി ആചരിക്കപ്പെടേണ്ടുന്നത് ഒരു വ്യവഹാരമാണ്. യജ്ഞത്തിന് ത്യാഗമുണ്ടാകണം. ത്യാഗമുണ്ടായാൽ കർമ്മവും ശരിയാകും എന്ന് ഗുരു മൊഴിഞ്ഞത് ഈ പ്രപഞ്ച നിയമത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. എത്രത്തോളം ത്യാഗപൂർണമാകുന്നുവോ അത്രത്തോളം തിളക്കം ജീവിതത്തിൽ കൈവരും. എത്രത്തോളം ഉദാസീനമാകുന്നുവോ ജീവിതം അത്രത്തോളം ഇരുട്ടും അതിൽ നിറഞ്ഞു നീങ്ങും. ഉദാസീനത, അലസത, തമോസുഖ ഭോഗങ്ങളിൽ ആണ്ടുവാഴുക എന്നിവയാണ് ഇപ്പോഴത്തെ ജനജീവിതത്തിന്റെ മുഖമുദ്ര. അങ്ങനെ ത്യാഗം വെടിഞ്ഞ് യജ്ഞഭൂമികളെ ഊഷരമാക്കിക്കൊണ്ട് ജീവിതം നയിക്കുമ്പോഴും നാം ആഗ്രഹിക്കുന്നത് ശ്രേഷ്ഠ ജീവിതമാണ്, നന്മയാണ്. നല്ല ഭരണം, നല്ല നേതൃത്വം, നല്ല പണ്ഡിതർ, നല്ല പണിക്കാർ, നല്ല കലാകാരന്മാർ എന്നിങ്ങനെ എല്ലാം മുന്തിയത് തന്നെ നമുക്ക് വേണം. എന്നാൽ അതിനൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യജിക്കാൻ നാം ഒരുക്കമല്ല. കള്ളുകുടി ഒഴിവാക്കാതെ കരൾരോഗം മാറ്റാം എന്ന പരസ്യത്തോടെ വരുന്ന മരുന്നിനോടാണ് നമുക്ക് താല്പര്യം. കരൾ രോഗം വരുന്നത് കള്ളുകുടി എന്ന ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയാനാണ് എന്ന പ്രകൃതി നിയമം നമുക്ക് ബാധകമല്ല. സമൂഹത്തോടും എന്തിനേറെ കുടുംബത്തോടും വ്യക്തികളോട് പോലും ഒരു പ്രതിബദ്ധതയുമില്ലാതെ സ്വന്തം തോന്നിയാസങ്ങളെ സ്വാതന്ത്ര്യമായി കണ്ടുകൊണ്ട് കുടിച്ചും കൂത്താടിയും ജീവിക്കാനാണ് ഭൂരിഭാഗം പേർക്കും ആഗ്രഹം. അത് നടക്കാതെ പോയാൽ നിരാശയും കോപവും പ്രതികാര ചിന്തയും ഉടലെടുക്കും. ലോകത്തെ ഏതുതരം കലഹങ്ങളും ആക്രമണങ്ങളും പരിശോധിച്ചാൽ കാരണം ഇപ്പറഞ്ഞതായിരിക്കും. ഇവന്റ് മാനേജ്മെന്റുകൾ, കൺസൾട്ടൻസി, റിയൽ എസ്റ്റേറ്റ്, അഡ്വൈസറി ബോർഡുകൾ എന്നീ പേരുകൾ നാം വ്യാപകമായി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളായിട്ടുണ്ടാകും. അവയൊക്കെ ഇന്ന് ചുളുവിൽ വരുമാനം വർദ്ധിപ്പിക്കുന്ന വ്യവസായങ്ങളായി മാറിക്കഴിഞ്ഞു. പണ്ഡിതരും പാമരരും ഇവയെ ആശ്രയിച്ച് പണമുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പൊതുമാർക്കറ്റുകളിൽ സാധാരണക്കാരന്റെ ജീവിതാവശ്യ സാധനങ്ങൾ എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് പായ്ക്കറ്റ് ഉൽപ്പന്നങ്ങൾ കച്ചവടം പിടിച്ചതിനു പിന്നിൽ ഈ പറഞ്ഞ വ്യവഹാരങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന പണമാണ്. സാധാരണ ഒരു സർക്കാർ ജോലിയോ കൂലിപ്പണിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് സംജാതമായിട്ടുണ്ട്. എണ്ണിച്ചുട്ട ശമ്പളം കൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും ഇന്ന് സാധിക്കില്ല.
മിതമായ വിലയ്ക്ക് കിട്ടുന്നതൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ കാണാനില്ല. നല്ലത് വേണമെങ്കിൽ നല്ല വില കൊടുക്കണം. അതിനുള്ള ശമ്പളം കിട്ടുന്നുമില്ല. പിന്നെന്തു ചെയ്യും? കടമെടുത്തു ജീവിക്കുക തന്നെ. അയൽക്കാരന്റെ സൗകര്യങ്ങൾ തങ്ങൾക്കും വേണമെന്നത് അഭിമാനമായി കാണുന്ന മനസ്സ് നമുക്കെപ്പോഴോ വന്നു ചേർന്നുപോയി. അതിനാൽ കടമെടുത്ത് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയല്ലാതെ മാർഗമില്ല. ഈ കടം വീട്ടാൻ എന്തു ചെയ്യണം? ഒന്നുകിൽ തൊഴിലിനൊപ്പം ഒരു കൺസൾട്ടൻസി, അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കണ്ണിയാവുക. ഇതല്ലാതെ പണമുണ്ടാക്കാൻ വേറെ മാർഗമില്ല. അധികം ശരീരമുലയ്ക്കാതെ കിട്ടുന്ന തരികിട വരുമാനങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർക്കും കരളുടക്കി കഴിഞ്ഞു. യൂട്യൂബിൽ എന്തെങ്കിലും തോന്നിയാസം കാണിച്ച് വീഡിയോ ഇട്ടാൽ പ്രശസ്തിയും പണവും വൈറലായി വന്നു ചേരും. പിന്നെ പഠനമെന്തിന്? മത്സര പരീക്ഷ എന്തിന്? ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത തലമുറ ഇന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കെട്ടുപൊട്ടിയ പട്ടം എന്നൊക്കെ ആലങ്കാരികമായി പറയാൻ. എന്നാൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി എന്ന് പറയുന്നതാവും കുറച്ചുകൂടി ഉചിതം. എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കയറുന്ന ജീവിതമാണ്. തന്റെ നേട്ടത്തിനിടെ ആർക്കെങ്കിലും ജീവൻ നഷ്ടമായാലും ജീവിതം തന്നെ നഷ്ടമായാലും പ്രശ്നമല്ല. നല്ലവനെ കള്ളനാക്കാനും കള്ളനെ നല്ലവനാക്കാനും പണവും സോഷ്യൽ മീഡിയയും ഗുണ്ടായിസവും സംഘടനാ ബലവും ഉപയോഗിക്കാൻ യാതൊരു മടിയുമില്ല. ഇതൊക്കെ സഹിച്ചു ജീവിക്കാം എന്ന് കരുതിയാൽ അതിനേക്കാൾ സങ്കടം ഈ താന്തോന്നിത്തരം കാണിച്ചു പണം, പ്രശസ്തിയും അധികാരവും നിലനിർത്തി ജീവിക്കുന്നവർ വേദാന്തം പറയുന്നത് കൂടി കേൾക്കേണ്ടി വരുന്നു എന്നതാണ്. അഴിമതി കാണിച്ചുകൊണ്ട് അഴിമതിക്കെതിരെ പറയും. വർഗീയത പുലർത്തിക്കൊണ്ട് മതേതരത്വം പറയും. അസാന്മാർഗികളായിരുന്നു കൊണ്ട് ധർമ്മം ഉപദേശിക്കും. കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ട് അഹിംസയെക്കുറിച്ച് പറയും. ആക്രമണം നടത്തിക്കൊണ്ട് സമാധാന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ജാതിചിന്ത പുലർത്തിക്കൊണ്ട് ജാതിക്കെതിരെ പോരാടും. വ്യഭിചരിച്ചുകൊണ്ട് സദാചാര ഭടന്മാരാകും. അഹോ നാടകം നിഖിലവും എന്ന് ജന്മി നവരത്നമഞ്ജരിയിൽ ഗുരു പാടിയത് വരാനിരിക്കുന്ന ഇക്കാലത്തെക്കുറിച്ചായിരുന്നോ എന്നാണ് സംശയം. 40കളുടെ പ്രായപരിധിയിൽ സഞ്ചരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകും നമ്മുടെ നാട്ടിലെ പഴയ കല്യാണ വീടുകൾ. ദിവസങ്ങൾക്ക് മുന്നേ പുരമേയാനും വേലി കെട്ടാനും മുറ്റം വൃത്തിയാക്കാനും പന്തലിടാനും പാചകത്തിനുമൊക്കെ ഒത്തുകൂടുന്ന അയൽബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മരണാനന്തര ചടങ്ങുകളും വിവാഹങ്ങളും അടക്കം അന്ന് എല്ലാം പരസ്പരം നിസ്വാർത്ഥമായി സഹായിച്ചുകൊണ്ടാണ് നിർവഹിച്ചിരുന്നത്. ഒരാൾക്ക് സ്ഥലം വാങ്ങാൻ, വീട് വാങ്ങാൻ ഒക്കെ പരസ്പര സഹായം നിർലോഭം കൊടുത്തിരുന്നു നമ്മൾ. പക്ഷേ ഇന്നതെല്ലാം ഇവന്റ് മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളാണ് നിർവഹിക്കുന്നത്. നാം എല്ലായിടത്തും ഉടുത്തൊരുങ്ങിയെത്തുന്ന വെറും കാഴ്ചക്കാരാണ്. അറ്റൻഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ഇങ്ങനെ ജീവിതത്തിൽ നമ്മെ ത്യാഗവും നിസ്വാർത്ഥ കർമ്മവും ശീലിപ്പിച്ചിരുന്ന ഇടങ്ങളിൽ നിന്നും നാം പിൻവാങ്ങി. കുഞ്ഞിനെ ആയമാർ വളർത്തും, പിന്നെ ഡേ കെയറുകാരും. മാതാപിതാക്കളെ ഹോം നേഴ്സ് നോക്കും, പിന്നെ വൃദ്ധസദനക്കാരും. എന്നിട്ടും ആർക്കും വിശ്രമമില്ല. ഓടടാ ഓട്ടം. എന്തിന്? ജീവിച്ച് ജീവിച്ച് എല്ലാം പെയ്ഡ് സർവീസാക്കി. ഇനി അതിനൊപ്പം പണം കണ്ടെത്തണമെങ്കിൽ ഓവർ ടൈം ജോലി തന്നെ വേണം. മാനസിക ഉല്ലാസത്തിന് സാധാരണ മാർഗങ്ങൾ ഒന്നും പോരാ. അടിച്ചു പൊളിച്ചാലേ മനസ്സ് സമ്മതിക്കൂ. അതിന് ടൂർ പോവുക, കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, ഇതൊക്കെ വേണം. കച്ചേരിയും നാടകവും നൃത്തവുമൊന്നും ഇപ്പോൾ മനസ്സിൽ പതിയില്ല. സൗഹൃദങ്ങൾ എല്ലാം തന്നെ മദ്യത്തിൽ അധിഷ്ഠിതമാണ്. അതിനിടയിൽ രാഷ്ട്രീയക്കാരും മതക്കാരും തീവ്രവാദികളും അരാജകവാദികളും കോർപ്പറേറ്റുകളും ചേർന്ന് ഒരു വക ഭരണം നടത്തുന്നു. നാം നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ നോക്കി അവരെയൊക്കെ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നു. എന്നിട്ടും നമുക്ക് സുഖം വേണം, സമാധാനം വേണം, സുരക്ഷിതത്വം വേണം. ഇവയെല്ലാം ത്യാഗത്തിലും നിസ്വാർത്ഥമായ സമർപ്പണ ജീവിതത്തിലുമാണ് ഇരിക്കുന്നതെന്ന് ആരാണ് പറഞ്ഞു തരിക? നല്ലതു പറഞ്ഞു തരാൻ പോലും ആരുമില്ല. അതും പെയ്ഡ് സർവീസാണ്. അതിൻ്റെ പേരാണ് മെന്റർ. അതും ഇന്നൊരു തൊഴിലാണ്. ഉപദേശിച്ച് പണവും പ്രശസ്തിയും ഉണ്ടാക്കുകയാണ് അതിൻ്റെ രീതി. പ്രപഞ്ച ജീവിതം ഋണങ്ങൾ
വീട്ടാനുള്ളതാണെന്നു പറഞ്ഞാൽ അതു കേട്ടു നിൽക്കാൻ പോലും ആളെ കിട്ടില്ല. വീട്ടാകടങ്ങളുമായി ജനിച്ച് പുതിയ കടങ്ങൾ സൃഷ്ടിച്ചാണ് നാം ഭൂമിവാസം അവസാനിപ്പിക്കുന്നത്. മരണത്തിൽ പോലും ശാന്തിയില്ലാത്ത ജീവിതം. ശരീരമെടുത്താൽ മനസ്സും ഇന്ദ്രിയങ്ങളും അന്ധകരണവും ലഭിച്ചാൽ അതൊന്നും സ്വന്തമല്ല. ഭൂമിവാസത്തിന് നാം കടമെടുക്കുന്നതാണ്. ജീവിതാവബോധം കിട്ടിയാൽ അതും കടമായി കിട്ടുന്നതാണ്. അവയെല്ലാം വീട്ടേണ്ടത് അവനവന്റെ ആത്മസുഖങ്ങൾ അന്യർക്കുകൂടി സുഖത്തിനായി വരേണം എന്ന ഗുരുവിന്റെ ദർശന പാഠത്തിൽ നിന്നു ജീവിച്ചുകൊണ്ടാണ്. കുറച്ചെങ്കിലും സേവനം ചെയ്യാൻ തയ്യാറാകണം. എന്തു ചെയ്താലും പണത്തിനായി കൈനീട്ടി നിൽക്കുന്ന ശീലം കളയണം. ഇല്ലെങ്കിൽ ഈ ലോകം തമ്മിലടിച്ച് തലകീറി നശിക്കാൻ അധികകാലം വേണ്ടിവരില്ല എന്നു മാത്രം ഈ വർഷാന്ത്യത്തിൽ ഗുരുനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇപ്പോൾ മാസിക ഡിജിറ്റൽ ആയിട്ടുണ്ട്. ലോകത്ത് എവിടെയിരുന്നും മാസിക വായിക്കാം. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാം. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. നമസ്തേ.